ഹലോ ഗൈസ്, ഓരോ ദിവസം വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്സ് എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് നടക്കാറില്ല. നാട്ടിലെ രാഷ്ട്രീയക്കാർ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര കടുംപിടുത്തത്തിലാണ്. എല്ലാ ദിവസവും എന്നെ കൊണ്ട് രാഷ്ട്രീയം മാത്രമേ സംസാരിപ്പിക്കുകയുള്ളൂ. ഇപ്പൊ തന്നെ തമിഴ്നാട്ടിലെ കാര്യം. തമിഴ്നാട് നിയമസഭയ്ക്കുള്ളിൽ നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്നുള്ളത്. ഇതേ പ്രസ്താവന ഇയാൾ കുറെ നാൾ മുമ്പും ഉന്നയിച്ചിരുന്നതാണ്. തമിഴ്നാട് പൊളിറ്റിക്സ് മൊത്തത്തിൽ എനിക്ക് മനസ്സിലാവാറില്ല കേട്ടോ. അവിടെ എന്താണ് വർക്ക് ചെയ്യുന്നത്? അവിടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണോ, വർഗീയതയാണോ, കിറ്റ് രാഷ്ട്രീയമാണോ, എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. മൊത്തത്തിൽ ആകപ്പാട് ഒരു ജഗപുകയാണ്. പിന്നെ പലപ്പോഴും അവിടുത്തെ രാഷ്ട്രീയം കാണുമ്പോൾ എനിക്ക് അവിടുത്തെ ജനങ്ങൾക്ക് ബോധമില്ലേ എന്നൊക്കെ തോന്നിപ്പോവും ചില സന്ദർഭങ്ങളിലൊക്കെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തമിഴ് താഴ്വാരത്ത് അത് ആദ്യം പാടണം, വന്ദേമാതരത്തിന് മുന്നിൽ ആദ്യം അത് പാടണം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വിവാദം റീസെന്റ് ആയിട്ട് വന്നിരുന്നു വിജയുടെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച്. അതിനെ പ്രതി ഒരു വിവാദമായിട്ട് കുത്തിപ്പൊക്കിയത് നമ്മുടെ CPM രണ്ട് MLA-മാരാണ് കേട്ടോ. അവർക്ക് തമിഴ് തായ് വണക്കം പറയാം, എന്നാൽ രാജ്യത്തിന് വണക്കം പറയാൻ പറ്റില്ല. അത് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിഘടനവാദത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു, ദേശീയതയെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ ദേശീയതയെ എതിർക്കുന്നു. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ സത്യം പറഞ്ഞാൽ വളരെ ഡെറഗേറ്ററി ആയിട്ടാണ് ഇപ്പോഴത്തെ സമൂഹം എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരേ ഒരു ഇന്ത്യ, 100,000 ജനത, ആ ഒരേ ഒരു ഇന്ത്യ അല്ല, ആ ഒരേ ഒരു ഇന്ത്യ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് 100,000 രാജ്യങ്ങളായിട്ട് വേണം എന്നുള്ള വാദത്തിനാണ് ഇപ്പോ ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാർ പ്രാമുഖ്യം കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കമ്മിങ് ബാക്ക് ടു ഉദയനിധി സ്റ്റാലിൻ, നമ്മൾ ഈ കാര്യം തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഇതിന്റെ അലയൊലികൾ കേരളത്തിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതിന്റെ വാർത്തയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും. അപ്പൊ അതിന് താഴെ വന്ന കമന്റ് സെക്ഷനിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ചത്. നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇത്രയും വലിയ പ്രബുദ്ധത സംസാരിക്കുന്ന മലയാളികളുടെ ഇടയിൽ അവൻ ആൺകുട്ടിയാണ് എന്ന് പറയാൻ ആൾക്കാരുണ്ടായിരുന്നു. ആര്? ഉദയനിധി സ്റ്റാലിൻ. എങ്ങനത്തെ ഉദയനിധി സ്റ്റാലിൻ? സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ ഉദയനിധി സ്റ്റാലിനെ അവനാണ് ആൺകുട്ടി എന്ന് പറയാൻ ഇവിടെ കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ ആൾക്കാരുണ്ടാവുന്നു, ആരാധകരുണ്ടാവുന്നു. കേരളത്തിൽ ഇപ്പം സംഘി എന്നൊരു വ്യാജ പേര് വെച്ചിട്ടാണ് പ്രാക്ടീസിങ് ഹിന്ദുസിനെ ചവിട്ടി അരയ്ക്കുന്നത്. പക്ഷെ ഇത് ഡയറക്ട്ലി ഹിന്ദു മതത്തെ തന്നെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ തന്നെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരെ വരെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യണോ ഒപ്പോസ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് നാട്ടുകാർ. ഈ കേരളത്തിലെ കാര്യം ഞാൻ പറഞ്ഞത് അത് കുറച്ച് മുസ്ലിം നെയിമുള്ള ഹാൻഡിൽസ് ആണ്. ആ പ്രൊഫൈൽസ് ഞാൻ നോക്കുമ്പോൾ അത് റിയൽ പ്രൊഫൈൽസും ആണ്, ഫേക്ക് പ്രൊഫൈൽസും അല്ല. അതാണ് എന്നെ കൂടുതൽ ഞെട്ടിച്ചത്. ആൻഡ് കേരളം ഭരിക്കാൻ പോകുന്നത് ഇനി മുസ്ലിം ലീഗ് കൂടെ ചേർന്നിട്ടാണ്. ഇറ്റ് മേക്സ് മീ ഇൻസെക്യൂർ ബീങ് എ സെക്യുലർ പ്രാക്ടീസിങ് ഹിന്ദു. ചിന്തിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. ഇതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ പറയൂ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.